പ്രചാരണത്തിൽ മുന്നേറി എൽ.ഡി.എഫ് സ്ഥാനാർത്ഥികൾ. മധ്യ കേരളത്തിലെ ഇടതു സ്ഥാനാർത്ഥികളുടെ ഒന്നാംഘട്ട പര്യടനം പൂർത്തിയായി രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു. മധ്യ കേരളത്തിലെ ലോക്സഭാ മണ്ഡലം കൺവെൻഷനുകളും ഇന്ന് പൂർത്തിയാവുകയാണ്. യു.ഡി.എഫും പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. എൻ.ഡി.എക്ക് എറണാകുളത്ത് ഇതുവരെ സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ല. സച്ചിൻ വള്ളിക്കാട് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സച്ചിൻ. ഗുഡ് മോർണിംഗ് കാവ്യ. മണ്ഡലം കൺവെൻഷനുകൾ ഇന്ന് സമാപിക്കാനിരിക്കുന്നു. ഇടതുമുന്നണിയുടെ തുടക്കത്തിൽ തന്നെ വളരെ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെയും ആശങ്ക ഏതുമില്ലാതെ ഉണ്ടായ ഒരു ഘട്ടത്തിൽ ജനങ്ങളോട് കൂടുതൽ അടുത്തു നിൽക്കുന്നു ഈ പ്രചാരണത്തിൽ എൽ.ഡി.എഫിന്റെ സ്ഥാനാർത്ഥികൾ എന്ന് പറയേണ്ടി വരും. എന്താണ് ഒരു പൊതുചിത്രം മധ്യകേരളത്തിന്റെ? കാവ്യ, വലിയ ആവേശത്തിലാണ് മധ്യ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം കടന്നിരിക്കുന്നത്. കാരണം വൈകിയാണെങ്കിലും യു.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നലെ വന്നതോടുകൂടെ മധ്യ കേരളത്തിൽ എൽ.ഡി.എഫും യു.ഡി.എഫും തമ്മിലാണ് വാശിയേറിയ മത്സരം നടക്കുന്നത് എന്നതിൻ്റെ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, എൽ.ഡി.എഫ് പ്രചരണത്തിൽ ബഹുദൂരം മുന്നിലെത്തിയിരിക്കുകയാണ്. എൽ.ഡി.എഫിൻ്റെ ലോക്സഭാ മണ്ഡലം കൺവെൻഷനുകൾ മധ്യ കേരളത്തിൽ ഇന്ന് അവസാനിക്കും. ഇന്ന് കോട്ടയം അതുപോലെ തന്നെ ആലപ്പുഴ മണ്ഡലങ്ങളിലെ കൺവെൻഷനാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. മാത്രമല്ല, മറ്റ് കൺവെൻഷനുകൾ ലോക്സഭാ മണ്ഡലം കൺവെൻഷനുകൾ കഴിഞ്ഞ് നിയമസഭാ മണ്ഡലം കൺവെൻഷനിലേക്ക് കടന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ മേഖലാതല കൺവെൻഷനുകളും ചേരുന്നുണ്ട്. എൽ.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വലിയ രീതിയിലുള്ള പ്രചരണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ കുടുംബയോഗങ്ങളും റോഡ് ഷോകളും മറ്റും ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ എൽ.ഡി.എഫിൻ്റെ രണ്ടാം ഘട്ട പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പോസ്റ്റർ, അതുപോലെ തന്നെ ചുമരെഴുത്ത് തുടങ്ങിയവ എറണാകുളത്തും അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലും വ്യാപകമായി കഴിഞ്ഞിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രചരണത്തിൻ്റെ ആവേശത്തിലാണ് ഈ വോട്ടർമാർ എന്ന് കാണാൻ വേണ്ടി പല കൺവെൻഷനുകളിലും എൽ.ഡി.എഫിൻ്റെ കൺവെൻഷനുകളിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ യു.ഡി.എഫിൻ്റെ പ്രചരണം വൈകിയാണെങ്കിലും ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട്. യു.ഡി.എഫ് സ്ഥാനാർത്ഥി എറണാകുളത്തെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ഹൈബി ഈഡനും അതുപോലെ തന്നെ ബെന്നി ബെഹനാൻ തുടങ്ങിയവരൊക്കെ ഇന്നലെ തന്നെ പ്രചരണം ആരംഭിച്ചു. യു.ഡി.എഫിൻ്റെ ആദ്യഘട്ട പ്രചരണം മധ്യ കേരളത്തിൽ ആരംഭിച്ചത് കോട്ടയത്താണ്. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിനെ മുൻകൂട്ടി തന്നെ യു.ഡി.എഫ് പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കൺവെൻഷനുകൾ അല്ലാതെ ഔദ്യോഗിക പരിപാടികളിലും അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങൾ പുതുക്കിയുമൊക്കെയാണ് കോട്ടയത്ത് യു.ഡി.എഫിൻ്റെ പ്രചരണം നടന്നത്. അതുപോലെ തന്നെ രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് എൽ.ഡി.എഫ് കടന്നപ്പോഴും എൻ.ഡി.എക്ക് ഇവിടെ മധ്യ കേരളത്തിൽ എറണാകുളം അടക്കമുള്ള ജില്ലകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായിട്ടില്ല. കോട്ടയത്തും അതുപോലെ തന്നെ ഇടുക്കിയിലും ഇതുവരെ എൻ.ഡി.എക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എൻ.ഡി.എ സ്ഥാനാർത്ഥികൾ ഇതുവരെ പ്രചരണ രംഗത്തും മറ്റ് മണ്ഡലങ്ങളിൽ സജീവമായിട്ടില്ല. യു.ഡി.എഫിനെ മധ്യ കേരളത്തിൽ വലക്കുന്നത് പ്രത്യേകിച്ച് എറണാകുളത്ത് വലിയ വിഭാഗീയതയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെ തമ്മിലടിയും യു.ഡി.എഫിനെ പ്രചരണത്തിലും വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നെങ്കിലും ഇന്നലെ അടക്കം തൃക്കാക്കര മണ്ഡലം കമ്മിറ്റിയിലടക്കം യു.ഡി.എഫിൻ്റെ യോഗത്തിൽ ചേരിതിരിഞ്ഞുള്ള ഒരു തർക്കമുണ്ടായി. അതുപോലെ തന്നെ എറണാകുളത്ത് മുസ്ലിം ലീഗിലും വലിയ രീതിയിലുള്ള വിഭാഗീയതയാണ് നിലനിൽക്കുന്നത്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റിനെ പുറത്താക്കിയതിൻ്റെ ഭാഗമായിട്ട് അഹമ്മദ് കബീർ വിഭാഗവും മുൻ മന്ത്രി കൂടിയായിട്ടുള്ള ഇബ്രാഹിം കുഞ്ഞ് വിഭാഗവും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു തർക്കം ഈ എറണാകുളം മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഹൈബി ഈഡനെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹൈബി ഈഡനെ സംബന്ധിച്ചിടത്തോളം 2 പ്രാവശ്യം ഇവിടുത്തെ എറണാകുളത്തെ എം.എൽ.എ ആണെങ്കിൽ പോലും ഇത്തവണ കെ.ജെ. ഷൈൻ ടീച്ചറുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം ആരംഭിച്ചതിനാൽ വലിയ ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്ന ഭയവും ഹൈബി ഈഡനിലുണ്ട്. മാത്രമല്ല, എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്താണ് 2020 മത്സരിക്കുന്ന 2 മണ്ഡലം എറണാകുളത്താണ് നിലവിലുള്ളത്. ചാലക്കുടിയിലും അതുപോലെ തന്നെ എറണാകുളത്തും 2020 പ്രചരണം നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. ഇതും യു.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാകുമെന്നൊരു ഭയത്തിലാണ് യു.ഡി.എഫിൻ്റെ പ്രചരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എൽ.ഡി.എഫ് വലിയ രീതിയിലുള്ള പ്രചരണവുമായി മുന്നോട്ടെത്തിയിരിക്കുകയാണ്. കാവ്യ. ശരി, സച്ചിൻ വള്ളിക്കാടാണ് കൊച്ചിയിൽ നിന്നും സമഗ്ര വിവരങ്ങൾ നൽകിയത്.